നമ്മൾ ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുകയാണ്. കേരളത്തെ ആലപ്പുഴയിൽ നിന്ന് ഞെട്ടിച്ച ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെ വാർത്ത, അതിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. ആ ഒരു ഞെട്ടലിൽ നിന്ന് ഒരു പക്ഷേ നമ്മൾ ആരും ഇതുവരെ മുക്തരായിട്ടുണ്ടാവില്ല. എന്തായാലും ആലപ്പുഴയിലെ BJP നേതാവായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവി ഇന്ന് ശിക്ഷാവിധി പറയും. കേസിൽ വിചാരണ നേരിട്ട പോപ്പുലർ ഫ്രണ്ട് SDP പ്രവർത്തകരായ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ശരണ്യ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് സുപ്രധാനമായ ഒരു വിധി പറയാൻ കോടതി കാത്തിരിക്കുകയാണ്. ആ വിധിക്കായി കേരളം കാത്തിരിക്കുകയാണ്. ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ വധക്കേസിൽ, കൊലക്കേസിൽ ഇന്ന് വിധിയുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴത്തേക്ക് കോടതി വിധി പറയും? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ? ഭവ്യ, ഗുഡ് മോർണിംഗ്. ആലപ്പുഴയിൽ നിന്ന് നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ആകെ ഞെട്ടിയ 2 കൊലപാതകങ്ങൾ, അതായത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആലപ്പുഴ ജില്ലയിൽ നടന്ന 2 ഇരട്ട കൊലപാതകങ്ങൾ. അതിലൊന്ന് SDP നേതാവ് ഷാന്റെയും മറ്റൊന്ന് OBC മോർച്ചയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസന്റെയുമായിരുന്നു. അതിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലാണ് ഇന്ന് കോടതി, മാവേലിക്കര സെഷൻസ് കോടതി നിർണായകമായ ശിക്ഷാവിധി പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം കോടതി ഈ കേസിലെ പ്രതികളെല്ലാം തന്നെ, അതായത് 15 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഇവരെല്ലാം തന്നെ SDP അന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെയും SDP-യുടെയും പ്രവർത്തകരായിരുന്നു. ഈ 15 പേരും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് 15 പേരിലും കൊലപാതക കുറ്റം നിലനിൽക്കുന്നു എന്ന് കോടതി കണ്ടെത്തി എന്നുള്ളതാണ്. അതിനുശേഷം ജനുവരി 22 ശേഷം പിന്നീട് പ്രതിഭാഗം വാദം കേട്ടിരുന്നു. ഇപ്പോൾ പ്രതികൾക്ക് പറയാനുള്ളത് അടക്കമുള്ള കോടതി കേട്ടതിന് ശേഷമാണ് ഇന്ന് ശിക്ഷാവിധിയിലേക്ക് കടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊലപാതകത്തിന്റെ ഒരു സ്വഭാവം തന്നെയായിരുന്നു. അതായത് ഡിസംബർ 18 SDP നേതാവ് ഷാൻ കൊല്ലപ്പെടുന്നു. അതിന്റെ തുടർച്ചയെന്നോണം ഡിസംബർ 19 രാവിലെ 6:30 ആലപ്പുഴ നഗരത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു റെസിഡൻഷ്യൽ കോളനിയിൽ 10 പ്രതികൾ ചേർന്ന് എത്തി അവര് കൃത്യം നിർവഹിച്ചിട്ട് പോവുകയാണ്. അതായത് ഒരു വീട്ടിൽ 6:30 മണിക്ക് ഒരു വീട്ടിൽ കയറിയാണ് രാവിലെ ഈ കൊലപാതകം നടത്തുന്നു എന്നുള്ളതാണ്. കനത്ത ബന്ദോബസ്തിൽ, അതായത് ഷാന്റെ കൊലപാതകം നടന്നതിന് ശേഷം കനത്ത ബന്ദോബസ്തിൽ ആലപ്പുഴ നിൽക്കുമ്പോഴാണ്, പോലീസ് ബന്ദോബസ്തിൽ നിൽക്കുമ്പോഴാണ് DYSP ഓഫീസിന്റെ മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിൽ ഇത്തരത്തിൽ ഒരു റെസിഡൻഷ്യൽ കോളനിയിൽ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ നോക്കുന്ന ആലപ്പുഴയിൽ തന്നെ പ്രധാനപ്പെട്ട വെള്ളക്കിണർ എന്ന് പറയുന്ന ഭാഗത്ത് കോളനിയിൽ കയറി ഒരു കൊലപാതകം നടത്തിയത്. ആ കൊലപാതകത്തിനും പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അതായത് ഈ പ്രതികൾ അതിനിഷ്ഠൂരമായാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. അതായത് ഈ സംഭവം നടക്കുമ്പോൾ ഈ വീട്ടിനകത്തേക്ക് ഇരച്ചു കയറിയ പ്രതികൾ, അതിൽ കുറച്ചുപേർ പുറത്ത് കാവൽ നിന്നു, ബാക്കിയുള്ളവർ 8 പേർ അകത്ത് കയറുകയും അവർ അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും 13 വയസ്സുള്ള പെൺകുട്ടിയായ മകളുടെയും മുമ്പിൽ വെച്ചാണ് രഞ്ജിത്തിനെ അതിനിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. കൂടം കൊണ്ട് തലക്കടിച്ചും ഒപ്പം തന്നെ മുഖം വികൃതമാക്കുന്ന രീതിയിൽ, തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വെട്ടി നുറുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. അത് ഈ കുട്ടിയുടെയും അമ്മയുടെയും ഒപ്പം തന്നെ, അതായത് അന്ന് രഞ്ജിത്തിന്റെ അമ്മയ്ക്ക് 63 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. ആ അമ്മയുടെയും ഭാര്യയുടെയും കാലിൽ കെട്ടി വീണ അവരുടെ മുന്നിൽ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ മുന്നിൽ അവരെയും വധഭീഷണി മുഴക്കിക്കൊണ്ട് ഈ രഞ്ജിത്തിനെ അവരുടെ മുന്നിലിട്ടാണ് വെട്ടി കൊലപ്പെടുത്തിയത്. അത്തരത്തിൽ നമ്മളെ ആകെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ എല്ലാവരും കരുതിയത് ഷാന്റെ കൊലപാതകത്തിന്റെ തുടർച്ചയെന്നോണം രഞ്ജിത്തിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അതിലൊരു രാഷ്ട്രീയമായ പകപോക്കൽ SDP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അതിനുമപ്പുറം നമ്മളെ പിന്നീട് ഞെട്ടിച്ച കാര്യം, അതായത് വയലാറിൽ നന്ദു എന്ന RSS പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട ശേഷം ഒരു ലിസ്റ്റ് SDP തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ രഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ചിന്തിച്ചത്, രഞ്ജിത്ത് ഒരു OBC മോർച്ചയുടെ സംസ്ഥാന നേതാവായിരുന്നു SDP-യുടെ. അതുകൊണ്ട് OBC മോർച്ചയുടെ ഒരു സംസ്ഥാന നേതാവായതുകൊണ്ട് രഞ്ജിത്തിനെ ടാർഗറ്റ് ചെയ്തു. പക്ഷേ രഞ്ജിത്തിനെ പോലീസ് പോലും രഞ്ജിത്തിനെ അത്തരത്തിൽ കൊലപ്പെടുത്തി വന്നു, അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ കോളനിയിൽ, അതായത് വളരെ സമാധാനപരമായി ജീവിക്കുന്ന ഒരിടത്ത് കയറി ഇങ്ങനെ കൃത്യം നിർവഹിച്ചിട്ട് പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല അങ്ങനെ വയലാറിലെ നന്ദുവിന്റെ കൊലപാതകവുമായി, RSS പ്രവർത്തകന്റെ കൊലപാതകവുമായി ഇത് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, വയലാറിൽ നന്ദു കൊല്ലപ്പെട്ടതിന് ശേഷം കൃത്യമായൊരു പട്ടിക ഇതിനകത്ത് തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ പേരുകാരൻ രഞ്ജിത്ത് ശ്രീനിവാസനായിരുന്നു. അതായത് ഷാൻ കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെ
SDPI തയ്യാറാക്കിയ പട്ടികയിൽ ഒന്നാമത്തെ പേരുകാരൻ ഈ രഞ്ജിത്ത് ശ്രീനിവാസനായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഷാന്റെ കൊലപാതകത്തിന് മുന്നേ രഞ്ജിത്തിന്റെ പേര് അവർ ടാർഗറ്റ് ചെയ്തിരുന്നു. അത്തരത്തിലൊരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു പ്രതികൾ എന്നുള്ളതാണ്. അതിൽ മൂന്നാം പ്രതി അനൂഫിന്റെ വീട്ടിൽ നിന്നും ഈ ഭാര്യ വീട്ടിൽ നടത്തിയ തെരച്ചിലാണ് ഈ പ്രതികളുടെ ഈ ഹിറ്റ് ലിസ്റ്റ് പോലീസിൽ ലഭ്യമാകുന്നത്. ഇതിൽ ഈ പ്രതിപട്ടിക ഒന്ന് നമുക്കറിയാം, കേരളത്തെ ആകെ ഞെട്ടിച്ച, ആലപ്പുഴ ജനങ്ങളെ ആകെ ഭീതിയിലാഴ്ത്തിയ ഒരു കൊലപാതക കേസാണിത്. ആ കൊലപാതക കേസിൽ പ്രതികളുടെ പട്ടിക ഇതാണ്. ഒന്നാം പ്രതി നൈസാം, രണ്ടാം പ്രതി അജ്മൽ, ഒപ്പം തന്നെ മൂന്നാം പ്രതി അനൂപ്. ഈ അനൂപിന്റെ വീട്ടിൽ നിന്നാണ് ഹിറ്റ് ലിസ്റ്റ് കണ്ടെടുത്തത്. നാലാം പ്രതി മുഹമ്മദ് അസ്ലം, അഞ്ചാം പ്രതി സലാം പൊന്നാട്, ആറാം പ്രതി അബ്ദുൽ കലാം, ഏഴാം പ്രതി സഫറുദ്ദീൻ, എട്ടാം പ്രതി മുൻഷാദ്. ഇവരാണ് കൃത്യം നിർവഹിക്കുന്നതിനായി രഞ്ജിത്തിന്റെ വീടിനകത്ത് പുറത്ത് കാവൽ നിൽക്കുകയും ആയുധങ്ങളുമായി കാവൽ നിൽക്കുകയും വീടിനകത്ത് കയറി കൃത്യം നിർവഹിക്കുകയും ചെയ്തവരാണ് ഈ 8 പേർ. അതിനുശേഷം ഈ ഗൂഢാലോചനയിൽ ജസീബ് രാജ, നവാസ്, ഷമീർ, നസീർ ഇത്രയും പേർ, ഈ 12 പേർ കൊലപാതകത്തിന് സഹായം നൽകി ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കാര്യങ്ങൾ കണ്ടുവെന്നുള്ളതാണ്. മറ്റത് സക്കീർ ഹുസൈൻ, ഷാജി പൂവത്തുങ്കൽ, ഷർനാസ് അഷറഫ്. ഈ ഇത്രയും പേർ ചേർന്നിട്ടാണ് കൃത്യമായി ഈ ഒരു കൃത്യം നടപ്പിലാക്കിയത് എന്നുള്ളതാണ്. അതിൽ CCTV ദൃശ്യങ്ങൾ വന്നു. അതായത് ആലപ്പുഴ കൃത്യമായ ഒരു പോലീസ് ബന്ദോബസ്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഈ പ്രതികൾ ഒന്നിച്ച് ഇരുചക്ര വാഹനത്തിൽ ഭീതി പരത്തുന്ന രീതിയിൽ സഞ്ചരിക്കുന്നു. ഇവരുടെ മുഖം മറച്ചുകൊണ്ട് ഒരു മുഖം മറച്ച ആയുധങ്ങളുമായി ഇവർ പരസ്യമായി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ, അതായത് ആ സമയത്ത് നടക്കാൻ പോയ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ, രഞ്ജിത്തിന്റെ അമ്മ, രഞ്ജിത്തിന്റെ മകൾ, ഒപ്പം തന്നെ ഭാര്യ ഉൾപ്പെടെ 156 സാക്ഷികളാണ് ഈ കേസിൽ കോടതിയിൽ സാക്ഷിമൊഴികൾ നൽകിയത്. വളരെ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. കേസിന്റെ വിചാരണ ഘട്ടത്തിൽ തന്നെ വളരെ നാടകീയമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. അതായത് ആലപ്പുഴ കോടതിയിലായിരുന്നു ഈ കേസിന്റെ വിചാരണ ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത്. എന്നാൽ തങ്ങൾ അവർക്ക് അവിടെ വിചാരണ കാലയളവിൽ സുരക്ഷിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, കോടതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ സമീപിക്കുന്നു. തുടർന്ന് മാവേലിക്കര കോടതിയിലേക്ക് ഇവരുടെ കേസ് മാവേലിക്കര സെഷൻസ് കോടതിയിലേക്ക് മാറ്റുന്നു. മാവേലിക്കര സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയതിനു ശേഷം പിന്നീട് ഇവർ പറയുന്നത് തങ്ങൾക്ക് വേണ്ടി ഹാജരാകാൻ അഭിഭാഷകരില്ല എന്ന് പറയുന്നു. തുടർന്ന് ഈ അഭിഭാഷകർ ജി ശ്രീദേവി തന്നെ അഭിഭാഷകർ, അതായത് ലീഗൽ സെല്ലിൽ നിന്നും ഒരു അഭിഭാഷകനെ നൽകുന്നു. എന്നാൽ ആ അഭിഭാഷകനെ വേണ്ട എന്ന നിലപാട് ഇവർ സ്വീകരിക്കുന്നു. എന്നിട്ടും ഇവർക്ക് വേണ്ടി അത്തരത്തിലാണ്. ശരണ്യ, 15 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി ശിക്ഷ, മാതൃകാപരമായ ശിക്ഷ പ്രതികൾക്ക് ലഭിക്കാനുള്ള സാധ്യത അതെത്രമാത്രമുണ്ട്? ഒപ്പം ഒരു കാര്യം കൂടി, എപ്പോഴത്തേക്കായിരിക്കും ഈ കേസിലെ വിധി വരിക? നമുക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ്ജി പടിക്കലിന്റെ അദ്ദേഹം പറഞ്ഞത്, അതായത് ഈ കേസിൽ സാധാരണ ഒരു രാഷ്ട്രീയ കൊലപാതകമായി ഇതിനെ കണക്കാക്കാൻ കഴിയില്ല. കാരണം നേരത്തെ തന്നെ, അതായത് ഷാന്റെ കൊലപാതകത്തിന്റെ പിന്തുടർച്ച എന്ന രീതിയിൽ ഈ കേസിനെ കണക്കാക്കാൻ കഴിയില്ല. കാരണം നേരത്തെ തന്നെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രോസിക്യൂഷൻ കൃത്യമായി വാദിച്ചത് പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകണം എന്നുള്ളതാണ്. പ്രോസിക്യൂഷന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു വിജയമുണ്ടായി. കാരണം ഇതിനകത്ത് ഒരു ലിസ്റ്റ് ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവർ എന്നുള്ളത് മാറ്റി 15 പേരും കൊലപാതക കുറ്റത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇങ്ങനെ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയ പ്രതികൾ പുറത്തേക്ക് എത്തിയാൽ അത് സമൂഹത്തിന് തന്നെ ഭയം നൽകുന്ന, അല്ലെങ്കിൽ സമൂഹത്തിന്റെ സുരക്ഷിതത്വം തന്നെ ഇല്ലാതാക്കുന്നതാണ് എന്നുള്ള വാദവും പ്രതാപ്ജി പടിക്കൽ പ്രോസിക്യൂഷൻ അദ്ദേഹം കോടതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. കുടുംബവും കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് പരമാവധി ശിക്ഷ വേണം എന്നുള്ളതാണ്. എന്തായാലും 11 മണിയോടുകൂടി കോടതി കൂടും. ഈ കേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ രാഷ്ട്രീയ കൊലപാതകത്തിൽ നിന്ന് വ്യത്യസ്തമായി അമ്മയുടെയും 62 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മയുടെയും 13 വയസ്സുള്ള കുഞ്ഞിന്റെയും ഭാര്യയുടെയും മുമ്പിൽ നടത്തിയ അതിനിഷ്ഠൂരമായ കൊലപാതകം എന്നുള്ളതാണ്. നമ്മുടെ ഒരു ജീവിതാന്തരീക്ഷത്തിന് തന്നെ താളം തെറ്റിക്കുന്ന രീതിയിൽ ഒരു വളരെ സുരക്ഷിതമായ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് കയറി നടത്തിയ കൊലപാതകം എന്നുള്ളതാണ്. എന്തായാലും ആ നിർണായകമായ കേസിൽ ഈ 11 മണിയോടുകൂടി വിധി വരും എന്നുള്ള, ശിക്ഷാവിധി വരും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇതേ സമയം തന്നെ SDPI നേതാവ് ഷാന്റെ കേസ് ഈ വരുന്ന 2-ാം തീയതി ആലപ്പുഴ കോടതിയും പരിഗണിക്കും. ശരി, എന്തായാലും രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി ഇന്ന് 11 മണിയോടെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.
കേരള കോൺഗ്രസിൽ ആർക്കും സ്ഥാനാർത്ഥിയാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാമെന്ന് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ്. അന്തിമ തീരുമാനം പാർട്ടി ചെയർമാൻ പി.ജെ. ജോസഫ് ആകും കൈക്കൊള്ളുക. പി.ജെ. ജോസഫ് ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്നാണ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആഗ്രഹം. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് സൂചിപ്പിച്ച മോൻസ് ജോസഫ് നിയമസഭാംഗമായി തുടരാനാണ് താൽപര്യമെന്നും ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയിൽ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങൾ പാർട്ടി ചെയർമാൻ ശ്രീ പി.ജെ. ജോസഫ് സാറിനെ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനൌദ്യോഗികമായി ഇപ്പോൾ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ പ്രധാന നേതാക്കളോടെല്ലാം ആശയവിനിമയം നടത്തും. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയമാകുമ്പോൾ അത് സംബന്ധിച്ച് പാർട്ടിയുടെ ഏക അഭിപ്രായം ഉണ്ടാവുള്ളൂ, ഏകകണ്ഠമായ അഭിപ്രായം ഉണ്ടാവുള്ളൂ. അതിനകത്തൊന്നും ഒരു തർക്കവും ഇല്ല. പക്ഷെ ഒരു പാർട്ടിയിൽ സ്വാഭാവികമായും ഒരു ലീഡർഷിപ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയും ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അവകാശങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതിൽ നമ്മൾ അസ്വസ്ഥരായിട്ടോ അല്ലെങ്കിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു രീതിയൊന്നും പി.ജെ. ജോസഫ് സാർ ഒരു കാലത്തും കാണിച്ചിട്ടില്ല, പാർട്ടിയും കാണിച്ചിട്ടില്ല. നമുക്ക് ജനങ്ങൾ നിയമസഭ തന്നിട്ടുണ്ട്, ആ നിയമസഭയുടെ കാര്യങ്ങളുമായിട്ട് പോകാമെന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള പ്രവർത്തന രീതി. അതാണ് ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. പി.ജെ. ജോസഫാണ് ഈ ലോക്സഭാ സീറ്റിലേക്ക് മത്സരിക്കാൻ സന്നദ്ധനാണെന്ന് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞാൽ തീരുന്ന തർക്കങ്ങളെ നിലവിലുള്ളൂ. അല്ല, പി.ജെ. ജോസഫ് സാറാണ് സ്ഥാനാർത്ഥി എന്ന് പി.ജെ. ജോസഫ് സാർ പറയുന്ന പ്രശ്നമില്ല. കാരണം എന്താ, പി.ജെ. ജോസഫ് സാറ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം മത്സരിക്കണമെന്ന് പാർട്ടി പ്രവർത്തകരായ സഹഭാരവാഹികളായ ഞങ്ങളെല്ലാവരുമാണ് ആഗ്രഹിക്കുന്നതും പറയുന്നതും. അത് ഈ പാർട്ടിയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഒരേ മനസ്സോടെ പറഞ്ഞിരിക്കുന്ന പേര് പി.ജെ. ജോസഫ് സാർ മത്സരിക്കുമെങ്കിൽ അദ്ദേഹം മത്സരിക്കട്ടെ എന്ന് നേരത്തെ തന്നെ ഈ ഔദ്യോഗിക ചർച്ചയിലല്ല അല്ലാതെ ഇങ്ങനൊരു പറയുന്ന രീതിയുണ്ട്. അതിന് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ.എം. മാണി സാറിൻ്റെ നേതൃത്വത്തിൽ യോജിച്ച പാർട്ടിയായിരുന്നു. അന്ന് യോജിച്ച പാർട്ടിയുടെ സീറ്റ് ചർച്ച കോട്ടയത്ത് നടക്കുമ്പം എല്ലാ പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരും നേതാക്കന്മാരും ഒരുപോലെ അഭിപ്രായപ്പെട്ട ഒറ്റ പേരേ ഉള്ളൂ, അത് പി.ജെ. ജോസഫ് സാറിന്റെ പേരാണ്. തോമസ് ചാഴിക്കാടൻ കോട്ടയത്തിന് യോജിച്ച സ്ഥാനാർത്ഥിയെന്ന് കരുതിയത് കെ.എം. മാണി മാത്രമെന്ന് മോൻസ് ജോസഫ്. ഏറ്റുമാനൂരിൽ 3 തവണ മത്സരിച്ച് പരാജയപ്പെട്ട ചരിത്രമാണ് തോമസ് ചാഴിക്കാടന്റേത്. മുന്നണി മര്യാദയുടെ പേരിൽ മാത്രമാണ് എതിർപ്പ് പ്രകടിപ്പിക്കാതിരുന്നത്. പാർട്ടിയുടെ അഭിമാനം രക്ഷിക്കാനാണ് സ്വീകാര്യതയില്ലാതിരുന്നിട്ടും ചാഴിക്കാടനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കേണ്ടി വന്നതെന്നും മോൻസ് ജോസഫ്. നിങ്ങളെല്ലാവരും അന്ന് സ്വീകാര്യനായി കരുതിയ ആളാണ് തോമസ് ചാഴിക്കാടൻ. അല്ല, ഞങ്ങളാരും കരുതിയില്ല, കെ.എം. മാണിയാണ്, മാണി സാറാണ് കരുതിയത്. പക്ഷെ ഞങ്ങൾക്ക് വേറെ ഇത് ഔട്ട്സൈഡേഴ്സ് ഈ സീറ്റ് തട്ടിക്കൊണ്ടുപോയി എന്ത് നാണക്കേടാ കേരള കോൺഗ്രസിന്. അപ്പം ഞങ്ങൾ ഓർത്തു പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ആരെങ്കിലും മാണി ഗ്രൂപ്പ് ആകട്ടെ. ഞാൻ പറഞ്ഞില്ല, 3 പ്രാവശ്യം ഏറ്റുമാനൂർ പരാജയപ്പെട്ട് സീറ്റിന് അർഹതയില്ലാതെ ഇതും ചോദിക്കാതെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ പേര് മാണി സാർ മുന്നോട്ട് വയ്ക്കുന്നത്. മാണി സാർ മുന്നോട്ട് വെച്ചപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഒരാളാകട്ടെ എന്ന് ഞങ്ങൾ കരുതി. കാരണം കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നിൽക്കുന്ന ഒരാളാണല്ലോ, അദ്ദേഹമാകട്ടെ എന്ന് കരുതി. ജോസഫ് സാർ അല്ലെങ്കിൽ പിന്നെ ഔട്ട്സൈഡേഴ്സ് ആരെങ്കിലും ഒരു ലോക്സഭാ സീറ്റ് തട്ടിക്കൊണ്ട് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് പേയ്മെന്റ് സീറ്റ് ആയാലും എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ ഉയർന്നു വന്നു പെട്ടെന്ന്. അപ്പം ഞങ്ങൾ അത് പാർട്ടിയുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സ്വീകാര്യത ഇല്ലെങ്കിൽ പോലും, ജോസഫ് സാറിനെ മാറ്റി വേദനയുണ്ടെങ്കിൽ പോലും ഞങ്ങളത് സമ്മതിച്ചു. കേരള കോൺഗ്രസ് എമ്മിനെയും ജോസ് കെ മാണിയെയും വിമർശിച്ച മോൻസ് ജോസഫ്. UDF-നെ വഞ്ചിച്ചുകൊണ്ട് കേരള കോൺഗ്രസിനെ പിളർത്തിയതിന് ജോസ് കെ മാണി വിഭാഗത്തിന് കോട്ടയത്ത് തിരിച്ചടി കിട്ടുമെന്ന് മോൻസ് ജോസഫ്. മുന്നണി വിടരുതെന്ന് ജോസ് കെ മാണി വിഭാഗത്തോട് കാലുപിടിച്ചാവശ്യപ്പെട്ടതാണ്. ഇടതുമുന്നണിയിൽ ചേരണമെന്ന അജണ്ട ജോസ് കെ മാണി വിഭാഗത്തിന് ഉണ്ടായിരുന്നു. ജോസ് കെ മാണിയുടെ കീഴിൽ കേരള കോൺഗ്രസിൽ തുടരുന്നതിനേക്കാൾ നല്ലത് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതാണെന്നും മോൻസ് ജോസഫ്. ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഈ വിഷയത്തെക്കുറിച്ച് മറ്റു പാർട്ടിക്കാർ അഭിപ്രായം പറയുന്നതിൽ വല്ല കാര്യമുണ്ട്. മാധ്യമരംഗത്ത് ചർച്ച ചെയ്യുന്ന അഭിപ്രായം എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. മാധ്യമരംഗത്ത് എന്തുമാത്രം ചർച്ച നടക്കുന്നു, അതും സീറ്റ് ചർച്ചയായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. ജോസ് കെ മാണിയുടെ പാർട്ടിയിൽപ്പെട്ട സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട അവരുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഇപ്പം ജോസ് ചാഴികാടൻ മത്സരിക്കുന്നില്ലെങ്കിൽ പിന്നെ ജോസ് കെ മാണി മത്സരിക്കുമായിരിക്കും. ജോസ് കെ മാണിയാണ് മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹം മത്സരിക്കട്ടെ. ഞങ്ങൾക്കിപ്പം അതിൽ ആര് മത്സരിക്കുന്നുള്ള ജോസ് കെ മാണി UDF-നെ വഞ്ചിച്ചു പോയ, കേരള കോൺഗ്രസിനെ പിളർത്തിക്കൊണ്ടുപോയ ഒരു വിഭാഗത്തിൻ്റെ ഏത് സ്ഥാനാർത്ഥി വന്നാലും അതിൽ ശക്തമായ തിരിച്ചടിയോടെ കോട്ടയത്തെ ഞങ്ങൾ ജയിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ UDF-ൻ്റെയും കേരള കോൺഗ്രസിൻ്റെ അഭിമാനം സംരക്ഷിക്കുന്ന വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആര് കാൻഡിഡേറ്റ് എന്നുള്ള ഞങ്ങൾക്ക് വിഷയമല്ല. ഇപ്പം തന്നെ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ വികസന മുരടിപ്പിൻ്റെ മണ്ഡലമായിട്ട് മാറിയില്ലേ? വികസന പ്രവർത്തനങ്ങളിൽ എന്താ നടക്കുന്നത്? ഒന്നും നടക്കാത്ത ഒരു ട്രെയിൻ സ്റ്റോപ്പ് പോലും കോട്ടയത്തെ ജനങ്ങൾക്ക് കിട്ടാത്ത നിലയിലേക്ക്
മണ്ഡലം മാറിപ്പോയെന്നുള്ള എന്തൊരു രൂക്ഷ വിമർശനമാണ്. ജനങ്ങളുടെ വിമർശനം. വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ സ്തംഭനാവസ്ഥയിലാണ്. ഞങ്ങൾ കാല് പിടിച്ചതുപോലെ അവരുടെ പുറകെനിക്കുമല്ലോ. നീ എത്ര ദിവസമാണ് ചർച്ച ചെയ്ത് മുന്നണി വിട്ടു പോകരുത്, UDF തന്നെ നിൽക്കണം. ഞങ്ങൾ ലാസ്റ്റ് കോംപ്രമൈസ് ചെയ്തു. ഇനി പിളർന്നാണെങ്കിൽ 2 കേരള കോൺഗ്രസ് ആയിട്ട് നിൽക്കട്ടെ, ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാം. പക്ഷെ അവരെടുത്ത ധാർഷ്ട്യം എത്ര വലുതാണ്. അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു. LDF പോകണം, ഇടതുപക്ഷത്ത് പോകണം, വാക്ക് കൊടുത്തിട്ടുണ്ട്. PJ ജോസഫിന്റെ കീഴിൽ പിന്നെ CF തോമസിന്റെ കീഴിൽ നിൽക്കാൻ ഇഷ്ടമില്ല. അല്ലെ, അത് ശരിയല്ല. ജോസ് കെ മാണിയെ പോലെ ജൂനിയറായ ഒരു നേതാവിന്റെ കീഴിൽ വളരെ സീനിയറായ PJ ജോസഫ് സാറും CF തോമസും താഴെ നിന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ 5 ടൈം ഇപ്പം ഞാൻ MLA ആയി. രാഷ്ട്രീയം നിർത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് തയ്യാറാകാൻ പറ്റുമോ? LDFിൽ അസംതൃപ്തിയോടെയാണ് ജോസ് കെ മാണി വിഭാഗം തുടരുന്നതെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ്. 2 കൊടിവെച്ച കാറിൽ കറങ്ങുന്നതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. LDF വിട്ടു പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുവെന്ന് ജോസ് കെ മാണി വിഭാഗം പറയുമ്പോൾ മാത്രമാണ് ഐക്യ ചർച്ചകൾക്ക് സാധ്യതയുള്ളത്. ആരും അവരുടെ പുറകെ പോവില്ല എന്നും മോൻസ് ജോസഫ് ന്യൂസ് 18നോട്. സ്വാഭാവികമായ അസംതൃപ്തിക്ക് സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഭരണത്തിൽ അവർക്ക് ഒരു റൂളുമില്ല. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. 1-2 വണ്ടി അവർക്ക് കുടിവെച്ച് കറങ്ങാൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും കാണുന്നില്ല. ഭരണത്തിൽ നമുക്ക് റോള് വേണമല്ലോ. അവർ LDF വിട്ട് ഞങ്ങൾക്ക് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു എന്ന് ജോസ് കെ മാണി വിഭാഗം എപ്പോൾ പറയുന്നു, അപ്പോൾ അല്ലാതെ ആ വിഷയത്തിന് ഒരു പ്രസക്തിയും കേരള രാഷ്ട്രീയത്തിലില്ല. ആരും അവരുടെ പുറകെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവർ നാളെ അവിടെ മടുത്തു, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് രക്ഷയില്ല, അല്ലെ അത് വേണ്ട, ഞങ്ങൾക്ക് വേറെ ആലോചിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആലോചിക്കും. അപ്പോൾ പാർട്ടി ആലോചിക്കും, അല്ലെ മുന്നണി ആലോചിക്കും. ഇപ്പോൾ എന്തിനാ ഞങ്ങളില്ലാത്ത അന്തരീക്ഷത്തിരിക്കുന്ന വിഷയത്തെക്കുറിച്ചും സ്വപ്ന ലോകത്തും നമുക്ക് സഞ്ചരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കേരള കോൺഗ്രസ് എമ്മിലെ ഭിന്നതായുധമാക്കി ജോസഫ് ഗ്രൂപ്പ്. സ്വന്തം പാർട്ടിയിലെ തമ്മിലടി അവസാനിപ്പിക്കാൻ ജോസ് കെ മാണി ശ്രമിക്കേണ്ടതെന്ന് ജോസഫ് ഗ്രൂപ്പ് ജില്ലാ പ്രസിഡന്റ് സജീവ് മഞ്ചക്കടമ്പിൽ പറഞ്ഞു. നേരത്തെ സീറ്റിനായി ജോസഫ് ഗ്രൂപ്പിൽ നേതാക്കൾ അവകാശവാദം ഉന്നയിച്ചപ്പോൾ ഇതിനെ പരിഹസിച്ച ജോസ് കെ മാണി രംഗത്തു വന്നിരുന്നു. ഞാൻ അവരെ അടിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. ജോസഫ് ഗ്രൂപ്പിൽ നേതാക്കൾ സീറ്റിനു വേണ്ടി പരസ്യമായി അവകാശവാദം ഉന്നയിച്ചപ്പോൾ ജോസ് കെ മാണി പ്രതികരിച്ചതാണ് ഈ കേട്ടത്. തങ്ങളുടെ പാർട്ടിയിൽ യാതൊരു തർക്കങ്ങളുമില്ലെന്നും ജോസ് കെ മാണി അവകാശപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് തോമസ് ചാഴികാടനെ മാറ്റി കോട്ടയത്ത് ജോസ് കെ മാണി തന്നെ മത്സരിക്കണമെന്ന് കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം PM മാത്യു ആവശ്യപ്പെട്ടത്. ചാഴികാടനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങൾ സജീവമായിരിക്കെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് വിഭിന്ന സ്വരമുയരുന്നത്. 2009-ലും 2014-ലും 2 പ്രാവശ്യം മത്സരിച്ച് ജയിച്ചയാളാണ്, പാർട്ടിയുടെ ചെയർമാനാണ്. ഇപ്പോൾ രാജ്യസഭയിൽ ഇരിക്കുന്നു. രാജ്യസഭയുടെ കാലാവധി തീരാൻ പോകുന്നു. അധികം നാളില്ല, ഇത് കഴിഞ്ഞാൽ ഉടനെ രാജ്യസഭയുടെ കാലാവധി തീരുകയാണ്. അപ്പം എന്തുകൊണ്ട് നോക്കിയാലും, കമ്മ്യൂണൽ കോമ്പിനേഷൻ നോക്കിയാലും, കോട്ടയം ജില്ല നോക്കിയാലും, KM മാണി സാറിൻ്റെ പാരമ്പര്യം നോക്കിയാലും, പിന്നെ ഒരാൾ അവിടെ അങ്ങനെ മത്സരിക്കാതെ ഉള്ള ഒരാൾ ഈ പാർലമെന്റ് വരാനുള്ളത് ജോസ് കെ മാണിയാണ്. ഈ അഭിപ്രായ ഭിന്നതയാണ് ജോസഫ് ഗ്രൂപ്പ് ആയുധമാക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് സജീവ് മഞ്ഞക്കടമ്പിൽ പറയുന്നത് ഇങ്ങനെ: ജോസ് കെ മാണി വിഭാഗത്തിന്റെ നേതാവ് പറഞ്ഞിരിക്കുന്നു, ചാഴികാടൻ നിന്നാൽ CPM കാലുവാരും, അതുകൊണ്ട് ജോസ് കെ മാണിയാണ് മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞ് അവരുടെ കൂട്ടത്തിലാണ് അടി. അതുകൊണ്ട് ജോസ് കെ മാണി വിഭാഗത്തിലുള്ള അടി ദയവായി തീർക്കുക, ഞങ്ങളെ ഓർത്ത് വിലപിക്കരുത്. ജോണി നെല്ലൂരിനെ പോലുള്ള കരുത്തനായ ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി പാർട്ടി ശക്തിപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരുമായി ജോസ് കെ മാണി ഭംഗിയായി ആ പാർട്ടി ഇനിയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മുന്നണികൾക്കിടയിൽ രാഷ്ട്രീയ ചരടുവലികളും മറനീക്കി പുറത്തുവരികയാണ്. കോട്ടയത്ത് തീപാറുന്ന പോരാട്ടം തന്നെ ഇത്തവണ ഉണ്ടാകുമെന്ന സൂചന കൂടിയാണ് ഇതോടെ വ്യക്തമാകുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. അടിയന്തര പ്രമേയ നോട്ടീസായി ആകും വിഷയം പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരിക. റോജി M. ജോൺ നോട്ടീസ് നൽകും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും സഭയിൽ തുടരും. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സഭയിലെ വലിയ വാക്പോരുകൾ കണ്ടതാണ്. ഇന്നലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേരിട്ടുള്ളൊരു വാക്പോര് നമ്മൾ കണ്ടതാണ്. ഇന്ന് പ്രത്യേകിച്ചും സാമ്പത്തിക പ്രതിസന്ധി, സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും പ്രധാന പ്രതിവാദങ്ങളൊക്കെ ഉണ്ടാവുക?
ഭവ്യ, ഇന്നലെയും സമാനമായ തരത്തിൽ തന്നെയായിരുന്നു ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയം. സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കണമെന്ന് നോട്ടീസ് നൽകി. പക്ഷേ ആ നോട്ടീസ് നിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് ഭരണ പ്രതിപക്ഷ വാക്പോര് രൂക്ഷമാകുകയും പ്രതിപക്ഷം സഭ വിട്ട് പുറത്തിറങ്ങുകയും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. സമാനമായ തരത്തിൽ സംസ്ഥാനം കടുത്ത ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനാണ് റോജി എം ജോൺ നോട്ടീസ് നൽകുക. എന്തായാലും ബജറ്റിന്റെ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സംസ്ഥാന ബജറ്റ് വരുന്ന തിങ്കളാഴ്ച സഭയിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ് ധനമന്ത്രി KN ബാലഗോപാൽ. അതിനു മുമ്പാണ് UDF ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ഈ ധനപ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ ദൂർത്താണ് എന്ന ഒരു വിമർശനമാണ് ഇന്നലെ മുതൽ തന്നെ അവർ മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷനുകളടക്കം മുടങ്ങിക്കിടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സർക്കാർ ദൂർത്ത് കുറയ്ക്കുന്നില്ല എന്ന ആക്ഷേപമാണ് സഭയ്ക്കകത്തും പുറത്തുമൊക്കെ പ്രതിപക്ഷം ആവർത്തിക്കുന്നത്. സമാനമായ തരത്തിൽ ധനപ്രതിസന്ധിയെക്കുറിച്ചുള്ള ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ മാത്രം പഴി പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ ഉന്നയിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള പണം കിട്ടാതെ പോകുന്നത് കൊണ്ടാണ് ധനപ്രതിസന്ധി രൂക്ഷമാകുന്നത് എന്നാണ്. പക്ഷേ അത് മാത്രമല്ല, സർക്കാരിന്റെ പിടിപ്പുകേടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള നോട്ടീസിന്മേൽ ചർച്ച നടത്തുക. പക്ഷേ അത് സ്വാഭാവികമായി വലിയ ചർച്ചകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല. അല്ലെങ്കിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇന്നും ഭരണ പ്രതിപക്ഷ വാക്പോരിന് തന്നെയായിരിക്കും സഭാവേദി സാക്ഷ്യം വഹിക്കുക. ഭവ്യ, ഡാൻ, കഴിഞ്ഞ വർഷം നടന്ന കേരളീയവും അതോടൊപ്പം തന്നെ സർക്കാർ അഭിമാനമായി കൊണ്ട് നടന്ന നവകേരള സദസ്സൊക്കെ വലിയ ധൂർത്തായിരുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചിരുന്നത്. അതൊക്കെ ഇന്നത്തെ ഒരു വിഷയമായി സഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? സ്വാഭാവികമായി ഇന്നലെ മുതൽ തന്നെ ഈ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിലൊക്കെ പ്രതിപക്ഷ നേതാവും മറ്റ് പ്രതിപക്ഷ MLA-മാരും ഒരേപോലെ എടുത്തു പറഞ്ഞ കാര്യമായിരുന്നു കേരളീയവുമായും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ. വലിയ തരത്തിലുള്ള പണം ഈ രണ്ട് പരിപാടികൾക്ക് വേണ്ടി ചെലവാക്കുന്ന സമയത്താണ് സാധാരണക്കാരായ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കാതെ പോകുന്നത്. അവർക്ക് ജീവിതം വഴിമുട്ടിയ സാഹചര്യമാണ് എന്നൊക്കെ രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. സ്വാഭാവികമായി അതേ വിമർശനങ്ങൾ തന്നെ ഇന്ന് വീണ്ടും സഭയിൽ ഉന്നയിക്കും. സംസ്ഥാനം ധനപ്രതിസന്ധിയിലാണ് എന്ന് ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെ ആവർത്തിക്കുമ്പോൾ അതിന്റെ കാരണക്കാർ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. ശരി, നന്ദി ഡാൻ കുര്യൻ വിവരങ്ങൾക്ക്. ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷാ ചുമതല CRPF-ന് കൈമാറിയ പശ്ചാത്തലത്തിൽ തുടർ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് അവലോകന യോഗം. DGP-യുടെ നേതൃത്വത്തിലാണ് അവലോകന യോഗം ചേരുക. രാജ്ഭവൻ പ്രതിനിധികളും CRPF ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. രാജ്ഭവനിലാണ് യോഗം ചേരുന്നത്. SFI പ്രതിഷേധത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഗവർണർക്ക് Z+ സുരക്ഷ അനുവദിച്ചത്. സേനാംഗങ്ങളുടെ ചെലവ് ആര് വഹിക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യോഗത്തിൽ തീരുമാനമെടുക്കും. ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ താൻ നേരിട്ടത് മൃഗീയ മർദ്ദനമെന്ന് മേഘ രഞ്ജിത്ത് ന്യൂസ് 18നോട്. സ്ത്രീയെന്ന പരിഗണന പോലും ലഭിച്ചില്ല. ചികിത്സ KPCC ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നും മേഘ പറഞ്ഞു. ആലപ്പുഴയിൽ കളക്ടറേറ്റിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ ഗുരുതരമായി പരിക്കേറ്റ മേഘ രഞ്ജിത്തിനെ നമ്മൾ കണ്ടതാണ്. മേഘ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആദ്യം മേഘയുടെ പ്രതികരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മേഘയ്ക്ക് കൂട്ടായി ആശുപത്രിയിലുള്ളത് മേഘയുടെ മകളാണ്. മകളുടെ പേരെന്താണ്? മോളുടെ പേരെന്താണ്? പാർവണേന്ദു. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5th. അമ്മയെ നോക്കുന്നതൊക്കെ മോളാണ് ഇപ്പോ? അപ്പൊ മരുന്നൊക്കെ എടുത്തു കൊടുക്കും? അന്ന് മാർച്ച് കഴിഞ്ഞ് വന്നപ്പോ ആരാ മോളോട് പറഞ്ഞേ അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാന്ന്? എനിക്കന്ന് പകുതി ഡേ ഉള്ളായിരുന്നു സ്കൂൾ. അന്നേരം ഞാനും പപ്പയും കൂടെ വന്നപ്പം വീഡിയോ കണ്ട് അമ്മ അടിക്കുന്നതൊക്കെ. അന്നേരം പപ്പ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോയത്. ഞാനന്നേരം വീട്ടിലായിരുന്നു. ആണ്. ഓക്കെ, അപ്പം നമുക്ക് മേഘയുടെ ഒരു റെസ്പോൺസിലേക്ക് കൂടി പോകണം. മേഘ, ഇപ്പം എങ്ങനെയുണ്ട് ആരോഗ്യനില? എനിക്ക് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എഴുന്നേറ്റിരിക്കാനോ നടക്കാനോ ഒന്നും പറ്റത്തില്ല. തലചുറ്റലുണ്ട്, പിന്നെ ശ്വാസം മുട്ടൽ. പെയിൻ കൂടുന്ന സമയത്ത് എനിക്ക് ശ്വാസം മുട്ടൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പെയിനാണ്. എനിക്കൊരു നടുവിൻ്റെ ഭാഗം വരെയും 2 കൈയിലേക്കും തലയിലേക്കും. ഇപ്പം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഞാനിപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ഓക്കെ ആയിട്ടിരിക്കുന്നൊരു സമയമായതുകൊണ്ടാണ്. പെയിനാണ് ഇത്രയും ദിവസമായിട്ട് എനിക്ക് കുറയാതെ നിൽക്കുന്നത്. അപ്പം ഇവിടത്തേക്ക് വന്നതിന് ശേഷം ഇപ്പം എനിക്ക് മരുന്ന് മാറ്റി എന്തോ തന്നിട്ടാണെന്ന് തോന്നുന്നു
കുറച്ചൊരിച്ചിരി റിലീഫുണ്ട്. ശരിക്കും അന്ന് ആ മാർച്ചിൽ എന്താണ് സംഭവിച്ചത്? മാർച്ച് ഞാൻ അതിനകത്തേക്കൊന്നും പോയിട്ടില്ലായിരുന്നു. ഈ ബാരിക്കേഡ് തകർത്ത് അകത്ത് കുറച്ച് പേര് കയറി. അപ്പോൾ അവർക്കാണ് അടിയൊക്കെ കിട്ടി. ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ബാരിക്കേഡിന് പുറത്ത് നിന്ന് ഞാൻ കണ്ടുകൊണ്ട് നിന്ന ആളാണ്. ലാത്തി ചാർജ് തുടങ്ങുന്നെന്ന് നമ്മുടെ പ്രവർത്തകർ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കൂടെയുള്ള ഞാൻ 2 പേരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് ഞാൻ ഓടി ഒരു സൈഡിലേക്ക് മാറി ഒതുങ്ങി നിന്നേത്. അപ്പോൾ അവിടേക്ക് വന്നിട്ട് അകത്തുനിന്ന് ബാരിക്കേഡിനകത്ത് കയറി 2 പേരെ അടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന പോലീസ് അവരോടി എൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് ഈ ലാത്തിയും കൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അടിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു. കരഞ്ഞുകൊണ്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞെങ്കിലും പുള്ളി അത് കേൾക്കത്തില്ല എന്ന് എനിക്ക് തോന്നി. 2 കൈയും കൊണ്ട് ലാത്തി വെച്ച് വീശിയപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചിട്ട് മുഖം തിരിച്ചതാണ് എൻ്റെ തലയുടെ പുറകിലടിച്ചു. രണ്ടാമത്തടി പിന്നെ 2-3 പോലീസുകാരുണ്ടായിരുന്നു. രണ്ടാമത്തടി ആരാ അടിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആദ്യം അടിച്ച ആളെ എനിക്കറിയാം. വനിതാ പോലീസാണോ? വനിതാ പോലീസല്ല, 2 പുരുഷ പോലീസായിരുന്നു. ബാരിക്കേഡിന് പുറത്തേക്ക് ഒരു വനിതാ പോലീസുകാർ പോലും ആ സമയത്ത് ഇറങ്ങിയിട്ടില്ല. അവർ വീണ്ടും അടിക്കുകയാണ് ചെയ്തത്. ഒരു മുൻവൈരാഗ്യം തീർക്കുന്ന പോലെ. ഞാനുമായിട്ടൊരു മുൻപരിചയവും ഇല്ലാത്ത പോലീസുകാരാണ്. ഞാൻ അവിടെ അവർക്ക് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ട് പോലുമില്ല. മതിലിനോട് ചേർന്ന് നിൽക്കുക. പിന്നെ എനിക്ക് ഓടാൻ സ്ഥലമില്ല, മതിൽ മാത്രമേ ഉള്ളൂ. എൻ്റെ കാലവിടെ ഇടിച്ചാണ് നിന്നത്. അടി കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബോധം പോയി. വേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു. ഞാൻ നിലവിളിച്ച് കരഞ്ഞത് കാരണം കൂടെ ഉണ്ടായിരുന്നവരാരും അവരെ ഉപദ്രവിക്കാതെ പിന്നെ തിരിച്ചു പോയി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സമര പരമ്പരകളുടെ ബാക്കിയായിരുന്നു അന്ന് ആലപ്പുഴയിലേക്കും നടന്ന കളക്ടറേറ്റ് മാർച്ച്. ഇന്ന് ഈ സമര പരമ്പരകളെയും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തെയും അതിനെ പോലീസ് നേരിട്ട രീതിയെയും CPM-ഉം DYFI-യും നേരിട്ട രീതിയെയും ഒക്കെ മുഖ്യമന്ത്രി നിയമസഭയിൽ ന്യായീകരിച്ചിരിക്കുകയാണ്. എനിക്ക് വേറെ അധികമായിട്ട് കാര്യങ്ങളൊന്നും പറയാൻ അറിയത്തില്ല. പക്ഷേ ഇവർ കാണിച്ചത് ഭയങ്കര മൃഗീയമായൊരു പ്രവൃത്തിയായിപ്പോയി. എന്ന് വെച്ചാൽ അങ്ങനൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇല്ലെങ്കിൽ അവർക്ക് നേരെ എന്തെങ്കിലും ചെയ്യുകയോ അവരെ ഉപദ്രവിക്കുകയോ ആ ഒരു രീതിയിൽ നമ്മളെന്തെങ്കിലും ചെയ്തിട്ടായിരുന്നെങ്കിൽ വേണ്ടിയില്ല. സൈഡിൽ നിന്ന വനിതാ പ്രവർത്തകരെ പോലും ഒരു മനുഷ്യത്വം പോലും കാണിക്കാതെ അടിക്കുക. അവർ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും തന്നിട്ടില്ല. എനിക്ക് സ്ത്രീ എന്ന പരിഗണന പോയിട്ട് അവർ ഒന്നും നോക്കാതെ നേരെ എൻ്റെ തലയുടെ നെറുകയിലോട്ട് കൊണ്ടുവന്ന വടിയാണ്. ഞാൻ ചരിഞ്ഞത് കൊണ്ടാണ് എൻ്റെ പുറകിലേക്ക് അതായത്. കൊല്ലുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങാനിരിക്കുകയാണ് ഇത്തരത്തിലൊരു. എൻ്റെ സംരംഭം തുടങ്ങിയിട്ട് 10 മാസം കഴിഞ്ഞു. ഞാൻ ലോൺ എടുത്തും സ്വർണം വിറ്റും സ്വർണം പണയം വെച്ചും ഒരുപാട് ബാധ്യതകളിലൂടെയാണ് ഞാൻ ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി എൻ്റെ ആ സംരംഭം കൂടി പാതി വഴിയിൽ നിന്നു പോകുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് മേഘയുടെ ഒരു അവസ്ഥ. ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മേഘ. C വിനോദിനൊപ്പം ഐശ്വര്യ അനിൽ, News 18 തിരുവനന്തപുരം. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനം ഇന്ന് ആരംഭിക്കും. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന സന്ദേശവുമായി നടത്തുന്ന പദയാത്ര കൽപ്പറ്റ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് മുട്ടിൽ ടൗണിൽ അവസാനിക്കും. വൈകുന്നേരം 3 മണിക്ക് കൽപ്പറ്റ മുനിസിപ്പൽ പുതിയ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ദേശീയ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. BJPയിൽ ചേരാനൊരുങ്ങി PC ജോർജ്. BJPയിൽ ചേരുന്നത് ഗുണകരമാകുമെന്ന് പാർട്ടിയിലെ ഭൂരിപക്ഷം നേതാക്കളും അഭിപ്രായപ്പെട്ടതോടുകൂടിയാണ് PC ജോർജ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്നാണ് പറയുന്നത്. BJPയുടെ നേതൃത്വവുമായി ആലോചിച്ച ശേഷമായിരിക്കും ഇതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. ഘടകകക്ഷിയാകുകയല്ല, പാർട്ടിയിൽ തന്നെ ചേരണമെന്ന നിർദ്ദേശമാണ് BJP നേതൃത്വം PC ജോർജിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കാൻ 5-അംഗ സമിതിയെ ജനപക്ഷം സെക്യുലർ നിയോഗിച്ചിരുന്നു. ഈ സമിതിയുടെ ആലോചനയിലാണ് ജനപക്ഷം പിരിച്ചുവിട്ട് BJPയിൽ ചേരണമെന്ന അഭിപ്രായം രൂപപ്പെട്ടത്. കേരള ജനപക്ഷ സെക്യുലർ എന്ന് സംസ്ഥാനത്ത് മാത്രമുള്ള ഒരു ചെറിയ പാർട്ടി, അത് ലയനമല്ലത്. എങ്ങനെ ഈ നദിക്കകത്ത് പോയി ഒരു ചെറിയ ഒരു തോട് ലയിക്കുന്ന പോലെ കൊണ്ടുപോകാം. സത്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഞങ്ങളുടെ പാർട്ടികളുടെ ചർച്ച വന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുക. ഇന്ന് വരെ ഉണ്ടാകാത്ത, കാരണം ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരിത്രം മുതലെടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഉണ്ടായിട്ടില്ല. നരേന്ദ്രമോദി ഉണ്ടായിട്ടില്ല. അങ്ങേർക്ക് പിന്തുണ കൊടുക്കുക എന്നാണ് ശരി എന്നാണ് പാർട്ടിയിലെ എല്ലാവരുടെയും അഭിപ്രായം. പാർട്ടിയിൽ ചേർന്നാൽ പത്തനംതിട്ട സീറ്റ് നൽകാമെന്ന വാഗ്ദാനമാണ് BJP നേതൃത്വം ജോർജിന് മുന്നിൽ വെച്ചിരുന്നത്.
എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം പാർട്ടി പറയുന്നത് പോലെ കേൾക്കുമെന്നാണ് ജോർജ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. BJP ചേരുക എന്ന അഭിപ്രായമാണ്. അങ്ങനെ BJP ചേരുക എന്ന അഭിപ്രായം വന്നു കഴിഞ്ഞാൽ പിന്നെ സീറ്റിൻ്റെ കാര്യത്തിനെ പറ്റി BJP അല്ല നിശ്ചയിക്കുന്നത്, നമ്മളല്ലല്ലോ. BJP നിൽക്കാൻ പറഞ്ഞ് നിൽക്കും, നിൽക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയില്ല, അത്രേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നു. പാർട്ടിക്കുള്ളിൽ തീരുമാനിച്ചു, അവരെ അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗികമായി. ഇപ്പോൾ പത്തനംതിട്ട ഇന്നേ തീരുമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. പിന്നെ പാർട്ടി ചേർന്ന് പിന്നെ പാർട്ടിയുടെ നിർദ്ദേശം പത്തനംതിട്ട നിൽക്കാനാണെങ്കിൽ നിൽക്കും, നിൽക്കേണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കാൻ, അത്രേ ഉള്ളൂ. ജോർജ് താമര ചിഹ്നത്തിൽ മത്സരിച്ചാൽ പത്തനംതിട്ട പിടിച്ചെടുക്കാമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. കെ സുരേന്ദ്രൻ നേടിയ വോട്ടുകൾ കൂടാതെ ക്രൈസ്തവ വോട്ടുകൾ കൂടി സമാഹരിക്കാമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. കെ സുരേന്ദ്രന്റെ യാത്രയ്ക്കിടെ തന്നെ കേന്ദ്ര നേതൃത്വവുമായി അടക്കം ഇക്കാര്യങ്ങളിൽ ചർച്ചയുണ്ടാക്കി. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് സൂചന. ജി ശ്രീജിത്ത്, News 18 കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ CPM സംസ്ഥാന നേതൃത്വം. BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കങ്ങളാണ് ഇത്തരമൊരു പ്രതീതി സൃഷ്ടിക്കുന്നത്. എങ്കിലും 2019-നേക്കാൾ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് ഉണ്ടെന്നാണ് CPM വിലയിരുത്തൽ. ഡൽഹി സമരം കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ നീക്കങ്ങളിൽ നിർണായകമായതായും പ്രധാനപ്പെട്ട പ്രതീക്ഷയും CPM-നുണ്ട്. കോൺഗ്രസിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ സഖ്യസാധ്യതയും CPM-ന്റെ വിജയസാധ്യതയും കോൺഗ്രസ് ഇല്ലാതാക്കുന്നു എന്ന പരാതിയും സംസ്ഥാന ഘടകങ്ങൾ മുന്നോട്ട് വെച്ചു. ചർച്ചകൾക്ക് ഇന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മറുപടി പറയും. കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കുകയും ചെയ്യും. പ്രഭാത കേരളത്തിലുള്ള ഇടവേളയാണ്. വളരെ വേഗം മറ്റു വാർത്തകളിലേക്ക് എത്താം. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് നടന്ന ചില തീവ്രവാദ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ 2001 ഇത് നിരോധിക്കാൻ കാരണമാകുന്നത്. പിന്നീട് നിരവധി പ്രദേശങ്ങളിൽ ഇന്ത്യയിലെ പല ഭാഗത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത സംഘടന കൂടിയാണ് സിമി. അപ്പോൾ നിലവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 5 വർഷത്തെ കൂടി സിമിയുടെ നിരോധനം നീട്ടിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ്. 2019 ഇതിനു മുമ്പ് അവസാനമായി സിമി നിരോധിക്കപ്പെടുന്നത്. 2001 ഭവ്യ സൂചിപ്പിച്ച പോലെ തന്നെ 2001 ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സിമി നിരോധിക്കുന്നത്. അതിനുശേഷം നിരവധി തവണ സിമി നിരോധനം നീട്ടും നമ്മൾ കാണുകയും ചെയ്തു. 2019 അതായത് ഈ നിരോധനം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹമ മുഹമ്മദ് സിദ്ദിഖി നൽകിയ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയും ചെയ്തിരുന്നു. പിന്നീട് അതിൽ സത്യവാങ്മൂലത്തിലൂടെ കേന്ദ്ര സർക്കാർ അതിന്റെ നിലപാട് അറിയിക്കുകയും ചെയ്തു. അതായത് നിരോധനം നീട്ടുന്ന നിലപാട് തന്നെയാണ് കേന്ദ്രത്തിലുള്ളത്. അതായത് നിരവധി തവണ 2001 ഈ നിരോധനം ഏർപ്പെടുത്തിയിട്ട് പോലും തന്നെ പല സംഘടനയായി ഇത് രൂപാന്തരപ്പെടുകയും ഒപ്പം തന്നെ നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങൾ രാജ്യത്തുടനീളം ഏകോപിപ്പിക്കുകയും ഒപ്പം തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇന്ന് കാലാവധി, ഈ നിരോധനം ഏർപ്പെടുത്തിയതിന്റെ കാലാവധി ഈ മാസം അവസാനത്തോടു കൂടി തീരാതിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സിമി നിരോധനം വീണ്ടും 5 വർഷത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ അതായത് നിലവിൽ 2019 അന്ന് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടായിരുന്നു. അതായത് സിമി പ്രവർത്തകരുടെ പങ്കാളിത്തം ആരോപിക്കുന്ന 58ഓളം കേസുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പട്ടികപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ തന്നെ സുപ്രീം കോടതിയിൽ അവർ സമർപ്പിക്കുകയും ചെയ്തു. കൂടാതെ തന്നെ നിരവധി കേസുകൾ ഇതിനുമായി ബന്ധപ്പെട്ട്, അതായത് 2019 ജനുവരി 31 5 വർഷത്തെ കൂടി ഈ നിരോധനം ഏറ്റവും ഒടുവിൽ നീട്ടുന്നത്. പിന്നീട് സിമി പ്രവർത്തകരുടെ പങ്കാളിത്തം ആരോപിക്കുന്ന കേസുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2014 ഭോപ്പാലിലെ ജയിൽ തകർക്കൽ, ഒപ്പം തന്നെ 2014 തന്നെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും 2017 ബോധ്ഗയയിലുണ്ടായ ആക്രമണങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു കേന്ദ്രത്തിന്റെ പട്ടിക. കൂടാതെ തന്നെ ബംഗളൂരിലെ സ്ഫോടനവും കൂടാതെ ഹൈദരാബാദിലെ സ്ഫോടനം അടക്കമുള്ള കാര്യത്തിൽ സിമിക്ക് കൃത്യമായ പങ്കുണ്ടായിരുന്നു. അതിൽ കൃത്യമായ തെളിവുകൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരുന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സുപ്രീം കോടതി അറിയിച്ചതിന് ശേഷമായിരുന്നു പിന്നീട് ഈ ഒരു നടപടി അവർ പുതുക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ മാസം അവസാനത്തോടു കൂടി സിമിയുടെ നിരോധനം അത് കാലാവധി അവസാനിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും 5 തിരികെ വാർത്തകളിലേക്ക്. ജോലിക്ക് ഭൂമി കോഴ കേസിൽ RJD നേതാവ് തേജസ്വി യാദവിനെ ഇന്ന് ED ചോദ്യം ചെയ്യും. EDയുടെ പാട്ന ഓഫീസിലാണ് തേജസ്വി ചോദ്യം ചെയ്യലിന് ഹാജരാവുക. ഇതേ കേസിൽ ഇന്നലെ ലാലു പ്രസാദ് യാദവിനെ 10 മണിക്കൂറോളം ED ചോദ്യം ചെയ്തിരുന്നു. സജീവ് സി വാര്യർ വിശദാംശങ്ങളുമായി ചേരും. സജീവ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ എന്തായാലും 10 മണിക്കൂറോളം ലാലു പ്രസാദ് യാദവ് EDയുടെ ചോദ്യമുനയിലായിരുന്നു. ഇന്ന് അതേ സ്ഥാനത്തേക്ക് തേജസ്വി എത്തുകയാണ്. തേജസ്വിയും EDയുടെ ചോദ്യമുനയിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം വലിയ പ്രഹരമാണ് പ്രതിപക്ഷ മുന്നണിയെ സംബന്ധിച്ചുള്ളത്? എന്താണ് വിശദാംശങ്ങൾ? ഒരു അറസ്റ്റിലേക്കുള്ള സാധ്യത അതെത്രമാത്രമുണ്ട്?
വെരി ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ലാലു പ്രസാദ് യാദവിനും മകനുമെതിരായുള്ള നീക്കം ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ബീഹാറിലെ രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഭാഗമായാണ് എന്ന വിലയിരുത്തൽ ഉണ്ട്. അത് സ്വാഭാവികമാണ് എന്ന വിലയിരുത്തലുണ്ട്. ലാലു പ്രസാദ് യാദവിനെ ഇന്നലെ 9 മണിക്കൂറിൽ കൂടുതൽ 10 മണിക്കൂറോളമാണ് ഇഡി ചോദ്യം ചെയ്തത്. പട്നയിലെ ഓഫീസിൽ രാവിലെ 11 മണിയോടുകൂടി എത്തിയ അദ്ദേഹം മകൾക്കൊപ്പമാണ് എത്തിയത്. എന്നാൽ ഒപ്പം ഒരു സഹായിയെ അനുവദിച്ചില്ല എന്ന അടക്കമുള്ള പരാതികൾ ഉയരുന്നതിനിടെയാണ് ചോദ്യം ചെയ്യൽ നീണ്ടത്. ഇത്രയും നീണ്ട മണിക്കൂറുകൾ 75 വയസ്സിൽ കൂടുതലുള്ള അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ പരിഗണിക്കണം എന്ന ആവശ്യം ഉയർന്നെങ്കിലും അതൊന്നും പരിഗണിക്കാതെയാണ് ഇഡി ഇന്നലെ ചോദ്യം ചെയ്യൽ തുടർന്നത്. ഇന്ന് തേജസ്വി യാദവ് ആ സ്ഥാനത്തേക്ക് വരുന്നു. തേജസ്വി യാദവിനെയും ഇന്നലെ നേരത്തെ തന്നെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായത്. ഇന്ന് അദ്ദേഹം ഇഡിക്ക് മുമ്പിൽ ഹാജരാകും. ജോലിക്ക് കോഴയായി ഭൂമി എന്ന കേസിലാണ് CBI കേസിലാണ് നീക്കം നടക്കുന്നത്. നേരത്തെ തന്നെ 2 വർഷമായി ഈ കേസ് നിലവിലുണ്ട്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന നീക്കമാണ്. BJPയുടെ പവർ പൊളിറ്റിക്സാണ് നടക്കുന്നതെന്ന ആരോപണം ഉയരുന്നുമുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ലാലു പ്രസാദ് യാദവിനെയും മകനെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അവരെ ചോദ്യം ചെയ്ത് ഇഡി കൂട്ടിൽ നിർത്തുക എന്ന നീക്കം നടത്തുന്നത്. സജീവ, പ്രധാനമായും ഈ നിതീഷ് കുമാർ കളം മാറ്റി ചവിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിൽ തേജസ്വി യാദവ് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ബീഹാറിൽ കളി കാണാനിരിക്കുന്നതേയുള്ളൂ എന്ന്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിന് ശേഷമാണ് ഇഡി ഇത്തരത്തിൽ നിലപാട് ഘടിപ്പിച്ചത്, അല്ലെങ്കിൽ ഇവർക്കെതിരെയുള്ള ഒരു നീക്കം ഘടിപ്പിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. അതും ഇതോട് കൂട്ടി യോജിപ്പിക്കേണ്ടതാണോ? അതായത് ചോദ്യം ഇതാണ്, പ്രധാനമായും ഈ തിരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം BJP നടത്തുന്നുണ്ടോ ഇതിനിടയിൽ? തീർച്ചയായും അത്തരത്തിലുള്ളൊരു നീക്കം തന്നെയാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ആരോപണം ഉയർന്ന ബീഹാറിലെ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായി ഉണ്ടായ മഹാസഖ്യം വിട്ട് NDAയിൽ ചേരുന്ന JDU നേതാവ് നിതീഷ് കുമാറിൻ്റെ നീക്കങ്ങൾക്ക് മറുപടിയായാണ് ഉപമുഖ്യമന്ത്രിയായ തേജസ്വി ഇത്തരത്തിലുള്ളൊരു ആരോപണം അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ഉന്നയിച്ചത്. JDUവിൻ്റെ നീക്കത്തിന് ബദലായി RJD ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്ന ഒരു വലിയ പ്രതികരണമാണ് ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇഡിയുടെ നോട്ടീസ് ലഭിക്കുന്നതെന്ന പ്രത്യേകതയും ഉണ്ട്. ബീഹാർ രാഷ്ട്രീയവുമായി കൂടിക്കുഴഞ്ഞാണ് ഈ കേസും അതിനെ തുടർന്നുള്ള ഇഡിയുടെ ചോദ്യം ചെയ്യലും എന്നുള്ള പ്രത്യേകതയും ഇക്കാര്യത്തിലുണ്ട്. കുഴഞ്ഞു മറിഞ്ഞ ബീഹാർ രാഷ്ട്രീയത്തിൻ്റെ ഒടുവിലാണ് ഇത്തരത്തിലുള്ള നാടകങ്ങൾ അരങ്ങേറുന്നത് എന്നതും വ്യക്തമാണ്. അതിൻ്റെ ഭാഗമായി ഇത്തരമൊരു വെല്ലുവിളി തേജസ്വി യാദവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിന് മറുപടി എന്നോണമാണ് ഇഡിയുടെ നോട്ടീസ് ലഭിക്കുന്നത്. തുടർന്നുള്ള നീക്കങ്ങൾ ഇനിയും നടക്കാനിരിക്കുന്നതേയുള്ളൂ. സ്പീക്കർക്കെതിരായ അവിശ്വാസ നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് BJP നീങ്ങുന്നു. അതുപോലെ അടുത്ത 12-ാം തീയതി അവിശ്വാസം നിലവിൽ വരും എന്നാണ് ഇപ്പോഴത്തെ വിവരം. എന്തായാലും രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ കടുത്ത രീതിയിൽ നടക്കുന്നു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നു. ഈ തരത്തിൽ ബീഹാറിലെ നേരത്തെ തന്നെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ കേരളത്തിലുള്ള ജനങ്ങൾ, മലയാളികളെല്ലാം തന്നെ വളരെ സാഹുതം ഉറ്റുനോക്കുന്ന വിഷയമാണ്. വളരെയധികം സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രതികരണങ്ങളും ഇന്നലെ ഉണ്ടായിരുന്നു. നിതീഷ് കുമാറിനെതിരെയുള്ള പ്രതികരണങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ബീഹാറികളായിട്ടുള്ള ആളുകൾ പങ്കുവച്ചിരുന്നു. ഒപ്പം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും വലിയ തോതിലുള്ള പ്രതികരണങ്ങളാണ് വന്നിരിക്കുന്നത്. ഏതായാലും വഞ്ചനയുടെ വലിയ രാഷ്ട്രീയം എന്നുള്ളതാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റി പൊതുവെ പറഞ്ഞു വരുന്നത്. ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന നീക്കങ്ങൾ ഇപ്പോൾ അവർ ഇരുവരും വീണ്ടും എതിർചേരിയിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിന് BJP എങ്ങനെയാണ് രാഷ്ട്രീയമായി മുതലെടുക്കുന്നത് എന്ന് അറിയാനുള്ള മണിക്കൂറുകളാണ് ഇനിയും നമുക്ക് മുന്നിൽ ഉള്ളത്. തീർച്ചയായും. എന്തായാലും ബീഹാറിൽ അച്ഛനും മകനും ഇഡിക്ക് മുൻപിലേക്ക് എത്തുമ്പോൾ ഇനി എന്താ എന്നുള്ള ചോദ്യം ബാക്കിയാണ്. അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. സജീവ് സേവാരാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. നന്ദി. ഭൂമി അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരായ നടപടി ശക്തമാക്കി ഇഡി. ഹേമന്ത് സോറന്റെ ഡൽഹിയിലെയും റാഞ്ചിയിലെയും വസതികളിൽ ഇഡി ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. കേസിൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഹേമന്ത് സോറൻ ഇഡി നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഇഡി കടന്നേക്കുമെന്നാണ് സൂചന. അതേസമയം ഹേമന്ത് സോറൻ ഒളിവിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. സർക്കാരിന്റെ ആവശ്യങ്ങൾക്കായി 2 ദിവസം മുൻപ് ഹേമന്ത് സോറൻ ഡൽഹിയിൽ എത്തിയിരുന്നു. എങ്കിലും ഇന്നലെ ഇഡി ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ ഹേമന്ത് സോറൻ ഇല്ലാതിരുന്നതാണ് ഇത്തരം റിപ്പോർട്ടുകൾക്ക് കാരണം.
മാലദ്വീപ് വീണ്ടും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ. നിലവിലെ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാനൊരുങ്ങി പ്രതിപക്ഷം. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ MDPക്ക് പുറമെ ഡെമോക്രാറ്റിക്കിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ 34 അംഗങ്ങൾ ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം പാർലമെന്റിനുള്ളിൽ പ്രതിപക്ഷാംഗങ്ങളും ഭരണപക്ഷ അംഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. വിവാദ സർക്കുലറിന്റെ മറവിൽ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച് തോട്ടഭൂമി വ്യാപകമായി മുറിച്ചു വിൽക്കുന്നു. ഭൂനിയമം അട്ടിമറിക്കാനുള്ള സർക്കുലർ മാസങ്ങൾക്ക് മുൻപ് സംസ്ഥാന ലാൻഡ് ബോർഡ് തയ്യാറാക്കിയതായിരുന്നു. വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ തോട്ടഭൂമി മുറിച്ചു വിൽപ്പന നടത്തുന്നത്. 2023 ജൂൺ 11 ലാൻഡ് ബോർഡ് സെക്രട്ടറി വയനാട് ജില്ലാ കളക്ടർക്ക് അയച്ച വിവാദ സർക്കുലറാണിത്. ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നേടിയ തോട്ടങ്ങൾ മുറിച്ചു വിൽക്കാനുള്ളതായിരുന്നു സർക്കുലർ. വിവാദ സർക്കുലറിന്റെ മറവിൽ തോട്ടഭൂമികൾ വ്യാപകമായി മുറിച്ചു വിൽക്കുകയാണ് ഇവിടെ. വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ തോട്ടഭൂമികൾ മുറിച്ചു വിൽപ്പന നടത്തുന്നത്. സർക്കുലർ അനുസരിച്ച് തോട്ടഭൂമി എത്ര വേണമെങ്കിലും മുറിച്ചു വിൽക്കാനാകും. തോട്ടം ഉടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി 5% ഭൂമി തരം മാറ്റാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സർക്കാർ നിയമനിർമ്മാണം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സർക്കുലർ പ്രകാരം തോട്ടം ഉടമയ്ക്ക് 10 ഏക്കർ ഭൂമി വീതം 10 പേർക്ക് മുറിച്ചു വിൽപ്പന നടത്താനാവും. തോട്ടം തരം മാറ്റിയാൽ മിച്ചഭൂമിയാക്കി സർക്കാരിന് ഏറ്റെടുക്കാനും കഴിയില്ലെന്നതാണ് പുതിയ സർക്കുലർ പറയുന്നത്. സിവിൽ കോടതി നടപടികളിലൂടെ താലൂക്ക് ലാൻഡ് ബോർഡ് കണ്ടെത്തുന്ന ഭൂമി ഏറ്റെടുത്താൽ മാത്രമേ നിയമപരമായി മിച്ചഭൂമിയിൽ സർക്കാരിന് അവകാശം ഉണ്ടാവുകയുള്ളൂവെന്നും സർക്കുലർ പറയുന്നു. വിദൂര ഭാവിയിൽ തന്നെ തോട്ടഭൂമികൾ ഇല്ലാതാകുന്നതിന് വിവാദ സർക്കുലർ കാരണമാകുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. മുട്ടിൽ മരം മുറുക്കി കളമൊരുങ്ങിയതിന് സമാനമായ രീതിയിലുള്ള സർക്കുലറാണ് ഭൂമി മുറിച്ചു വിൽപ്പനയ്ക്കും സർക്കാർ ഇറക്കിയിട്ടുള്ളത്. എല്ലാ കാലങ്ങളിലും ഇടതുപക്ഷം ഉയർത്തിക്കാണിക്കുന്നതാണ് ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ നേട്ടങ്ങൾ. എന്നാൽ എസ്റ്റേറ്റുകൾക്ക് ഇളവ് നൽകിക്കൊണ്ട് നിർഭാഗ്യവശാൽ ഭൂപരിഷ്കരണ നിയമം ഇവിടെ അട്ടിമറിക്കുന്നതും ഈ സർക്കാർ തന്നെയാണ്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിന്റെ ചികിത്സയ്ക്കായി സഹായം തേടി ബന്ധുക്കൾ. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വൈക്കം ബ്രഹ്മമംഗലം സ്വദേശി അഭിഷേകിന് തുടർ ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചെലവ് വരും. ലോട്ടറി വിൽപ്പനക്കാരനായ അച്ഛന്റെ ഏക വരുമാനം മാത്രമാണ് കുടുംബത്തിന്റെ ആശ്രയം. കണ്ണിന്റെ കാഴ്ചശക്തി ഉൾപ്പെടെ നഷ്ടപ്പെട്ട അഭിഷേക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം ആവശ്യമാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്ന വഴി മുളന്തുരുത്തിക്ക് സമീപം കാഞ്ഞിരമറ്റത്ത് വെച്ച് അഭിഷേക് സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് യുവാവിനെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതോടെ ആരോഗ്യനില ഗുരുതരമായി. ഒരു കണ്ണിന്റെ കാഴ്ച 80% നഷ്ടമായി. ഇതുവരെയുള്ള ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചെലവ് വന്നു. അഭിഷേക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ 20 ലക്ഷത്തിലധികം രൂപ ചികിത്സയ്ക്ക് വേണ്ടിവരും. ലോട്ടറി വിൽപ്പനക്കാരനായ അച്ഛൻ ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇതോടെ കുടുംബത്തിന്റെ വരുമാന മാർഗവും നിലച്ചു. ഒത്തിരി പണച്ചെലവുണ്ട്. എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. ഞങ്ങളെ കൊണ്ടൊരു നിവൃത്തിയില്ല. അച്ഛൻ അറ്റാക്ക് വന്നിരിക്കുകയാണ്. ലോട്ടറി വിൽപ്പനക്കാരനായ അച്ഛന്റെ തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു കുടുംബം മുന്നോട്ട് പോയിരുന്നത്. അഭിഷേകിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാരും പ്രാദേശിക ജനപ്രതിനിധികളും കൈകോർക്കുന്നുണ്ട്. അച്ഛന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ലോട്ടറി വിൽപ്പനയാണ് അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗം. അനിയനുള്ളതും ഒരു ചെറിയ സ്വകാര്യ സ്ഥാപനത്തിൽ ചെറിയൊരു വർക്ക് മാത്രമേ ഉള്ളൂ. അച്ഛനാണെങ്കിൽ 800 രൂപയോളം മരുന്നിന് തന്നെ ഒരു ദിവസം ആവശ്യമാണ്. അപ്പോൾ ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാ സഹായങ്ങളും നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഏകദേശം ഇപ്പോൾ 20 ലക്ഷത്തോളം രൂപ ചിലവാകുമെന്നാണ് ഡോക്ടറിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ കുടുംബത്തിലാണെങ്കിലും വളരെ സാമ്പത്തികമായി വളരെ പിന്നോക്കം ബുദ്ധിമുട്ടുന്ന കുടുംബമാണ്. അച്ഛനാണെങ്കിൽ അഭിഷേകിൻ്റെ അച്ഛനാണെങ്കിലും ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് ചികിത്സയിലിരിക്കുകയാണ്. പിന്നെ ചെറിയൊരു വരുമാനം എന്ന് പറഞ്ഞത് ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയാണ്. അതും ഇപ്പോൾ ഇടയ്ക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിലാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായം ഈ കുടുംബത്തിനുണ്ടാകണം. നിലവിൽ നാട്ടുകാർ നൽകിയ ചെറിയ സഹായങ്ങൾ കൊണ്ടാണ് ഇതുവരെയുള്ള ചികിത്സാ കാര്യങ്ങൾ നടന്നത്. തുടർ ചികിത്സയ്ക്ക് 20 ലക്ഷത്തോളം രൂപ ആവശ്യമുള്ളതിനാലാണ് ബന്ധുക്കൾ സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ന്യൂസ് 18 കൊച്ചി.
ഇടുക്കി ശാന്തൻപാറ CPM പാർട്ടി ഓഫീസിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കി. റോഡ് പുറമ്പോക്ക് കയ്യേറിയാണ് മതിൽ കെട്ടിയിരിക്കുന്നത് എന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിനെ തുടർന്നാണ് സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കിയത്. പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഭിത്തി നീക്കം ചെയ്തത്. പ്രിൻസ് ജെയിംസ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരും. പ്രിൻസ്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ശാന്തൻപാറയിലെ CPM പാർട്ടി ഓഫീസിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനുള്ള കാരണം എന്താണ് വിശദാംശങ്ങൾ? ഭവ്യ, ഗുഡ് മോർണിംഗ്. വളരെ ഏറെ വിവാദം സൃഷ്ടിച്ച നിർമ്മാണമായിരുന്നു ശാന്തൻപാറയിലെ CPM ഏരിയ കമ്മിറ്റി ഓഫീസ്. റവന്യൂ വകുപ്പിന് അനുമതിയില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. തുടർന്ന് ഈ വിഷയത്തിൽ കോടതി ഇടപെടുകയും നിർമ്മാണം നിർത്തിവെക്കാൻ ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഉത്തരവ് മറികടന്നുകൊണ്ട് രാത്രിയിൽ നിർമ്മാണം നടത്തിയത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. തുടർന്ന് വീണ്ടും കോടതി വിഷയത്തിൽ ഇടപെടുകയും നിർമ്മാണം നടത്തിയ തുടർന്നാൽ ഉടമസ്ഥരെതിരെ CPM ഏരിയ ജില്ലാ സെക്രട്ടറിയുടെ ഉടമസ്ഥതയിലാണ് ഈ ഭൂമിയുള്ളത്. അയാൾക്കെതിരെ കേസ് വെക്കുകയും അടക്കമുള്ള നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ഇത് തുടർന്ന് വീണ്ടും പാർട്ടി ഈ നിർമ്മാണത്തിന് അനുമതി തേടി റവന്യൂ വകുപ്പിനെ സമീപിച്ചിരുന്നു. എന്നാൽ റവന്യൂ വകുപ്പ് അനുമതി നിഷേധിച്ചു. പ്രത്യേകമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് ഈ നിർമ്മാണത്തോടനുബന്ധിച്ച് നടത്തിയിരുന്ന നിർമ്മാണങ്ങളിൽ ചിലത് റവന്യൂ പുറമ്പോക്ക് കയ്യേറിയുള്ള നിർമ്മാണമുണ്ട് എന്നായിരുന്നു. പ്രധാനമായും ഇതിനോട് ചേർന്നുള്ള ചുറ്റുമല നിർമ്മാണം, സംരക്ഷണ ഭിത്തി നിർമ്മാണം റോഡ് പുറമ്പോക്ക് കയ്യേറിയാണ് നിർമ്മിച്ചതെന്നാണ് കണ്ടെത്തിയിരുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ റോഡ് പുറമ്പോക്ക് പൊളിച്ചു നീക്കിയിരിക്കുന്നത്. താലൂക്ക് സർവേയർ നേരിട്ടെത്തി അടയാളപ്പെടുത്തിയ ഭാഗമാണ് പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയിരിക്കുന്നത്. ഏകദേശം 10 മീറ്ററോളം ഭാഗത്തെ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ഇനി അനുമതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് CPM പ്രാദേശിക ഉദ്യോഗസ്ഥത്തിനുള്ളത്. വീണ്ടും NOC സമീപിക്കുമെന്നും കോടതി വിവരം ധരിപ്പിക്കുമെന്നും ഒക്കെ നമുക്കറിയാൻ സാധിക്കുന്നു. ഭവ്യ, അതായത് പാർട്ടി കെട്ടിപ്പൊക്കിയ ഭിത്തി പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ പൊളിച്ചു അല്ലേ? ഭവ്യ, തീർച്ചയായും മൊത്തത്തിൽ തന്നെയാണ് ഈ പ്രദേശങ്ങളിൽ പാർട്ടി നിർമ്മാണത്തോടനുബന്ധിച്ച് റവന്യൂ പുറമ്പോക്ക് കയ്യേറിയിരുന്നു. പ്രത്യേകിച്ചും റോഡ് പുറമ്പോക്ക് കയ്യേറിയിരുന്നു എന്ന് റവന്യൂ വകുപ്പ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഭാഗത്തെ നിർമ്മാണമാണ് പാർട്ടി തന്നെ ഇപ്പോൾ പൊളിച്ചു നീക്കിയിരിക്കുന്നത്. കൃത്യമായി താലൂക്ക് സർവേയർ അടയാളപ്പെടുത്തി നൽകിയായിരുന്നു. ആ ഭാഗത്തെ നിർമ്മാണം പൊളിച്ചു നീക്കി തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അനുമതി ലഭിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ഭവ്യ, നന്ദി. പ്രിൻസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. തെരുവിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഉദയം പദ്ധതി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ധനസമാഹരണത്തിനുമായി ജനുവരി 31-ന് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രചരണ പരിപാടികളുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടം. ജില്ലയിലെ 150 ക്യാമ്പസുകളിലെ 15,000 വിദ്യാർത്ഥികൾ പദ്ധതിയുടെ സന്ദേശവുമായി ജനങ്ങളിലേക്ക് എത്തും. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി ജില്ലാ ഭരണകൂടം 2020-ൽ തുടക്കമിട്ട പദ്ധതിയാണ് ഉദയം. 2000-ലധികം ആളുകളെ പദ്ധതിയുടെ ഭാഗമായി ഇതിനകം പുനരധിവസിപ്പിച്ചു. 250 അന്തേവാസികളെ വീടുകളിൽ തിരിച്ചെത്തിച്ചു. നഗരത്തിലെ 3 ഇടങ്ങളിലായി 3 കെയർ ഹോമുകൾ പ്രവർത്തിക്കുന്നു. 220 പേർക്ക് താമസ സൗകര്യമുണ്ട്. പ്രതിവർഷം 2 കോടിയോളം വരുന്ന പദ്ധതിക്കായി ജനങ്ങളിൽ നിന്ന് ധനശേഖരണം നടത്തുകയാണ് ദിവസം മുഴുവൻ നീളുന്ന പ്രചരണ പരിപാടിയുടെ ലക്ഷ്യം. നമ്മുടെ കോഴിക്കോടിലെയുള്ള റഫ്ലി 150 കോളേജസ് 150 കോളേജസിലെ റഫ്ലി 13,000 സ്റ്റുഡൻസ് വോളണ്ടിയർ ആണ് who are going to go today to every place. എല്ലാ പഞ്ചായത്തും എല്ലാ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിലേക്ക് പോയിട്ട് അവിടെ ആളിലേക്ക് സംസാരിക്കാം. ഉദയം എന്താണ്, ഉദയമിലെ പർപ്പസ് എന്താണ്, ഉദയമിലെ ആവശ്യം എന്താണ്. ഇപ്പോൾ പിന്നെ അവർക്ക് സപ്പോർട്ട്, മോണിറ്ററി സപ്പോർട്ട് ആണെങ്കിൽ they will be collecting donations നമുക്ക് QR കോഡ് വഴി ഡയറക്ട്ലി ഉദയം ഹോം അക്കൗണ്ടിലേക്ക് പോകണം. അല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിൽ അവർക്ക് ഒരു ഫോർമൽ ഒരു റിസീറ്റ് തരാം. ജില്ലയിലെ 150 ക്യാമ്പസുകളിൽ നിന്നായി 15,000 വിദ്യാർത്ഥികൾ ജനങ്ങളിലേക്ക് ഇറങ്ങും. കോർപ്പറേഷൻ, നഗരസഭ, പഞ്ചായത്ത് തലങ്ങളിൽ ധനശേഖരണമുണ്ടാകും. QR കോഡ് സ്കാൻ ചെയ്ത് ഉദയം അക്കൗണ്ടിലേക്ക് ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. തലചായ്ക്കാനിടമില്ലാത്ത കുടുംബത്തിനായി വീടൊരുക്കി സിനിമാ പ്രവർത്തകർ. വീടിന്റെ താക്കോൽ ദാനം സുരേഷ് ഗോപി നിർവഹിച്ചു. അൻപോട് കൺമണി എന്ന സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി തലശ്ശേരിയിൽ ഒരുക്കിയ വീടാണ് കൈമാറിയത്. ക്രിയേറ്റീവ് ഫിഷിന്റെ ബാനറിൽ വിപിൻ പവിത്രൻ നിർമ്മിച്ച് ലിജു തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അൻപോട് കൺമണി. ആയോധന കലാ പ്രാവീണ്യവുമായി 6 കുടുംബങ്ങൾ. ഓരോ കുടുംബത്തിലെയും അച്ഛനും അമ്മയും മക്കളും വിവിധ ബെൽറ്റുകൾ നേടിയും ശ്രദ്ധേയം. പോത്തൻകോട് നിന്നാണ് ഈ അപൂർവ ആയോധന കലാവിശേഷങ്ങളുള്ളത്.
ആയോധനകലാ പരിശീലനം നേടി ഒരുമിച്ച് ബെൽറ്റുകൾ കരസ്ഥമാക്കിയ 6 കുടുംബങ്ങൾ. തിരുവനന്തപുരം പോത്തൻകോട് ഡോക്ടർ വിൽഫ്രഡ് ഷാവോലിൻ കുങ്ഫു ഫിസിക്കൽ മെഡിസിൻ മാർഷൽ ആർട്സ് തിരുവനന്തപുരം ജില്ലാ ടെസ്റ്റ് വിജയികളുടെ ബെൽറ്റ് വിതരണ ചടങ്ങിലായിരുന്നു ഈ കൗതുക കാഴ്ച. അച്ഛന് യെല്ലോ ബെൽറ്റ്, അമ്മയ്ക്ക് ഗ്രീൻ ബെൽറ്റ്, മകൾക്ക് യെല്ലോ. ഇത്തരത്തിൽ ബെൽറ്റുകൾ വീതം വെച്ച് നേടിയിരിക്കുകയാണ് 6ഓളം കുടുംബങ്ങളിലെ അംഗങ്ങൾ. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുടുംബാംഗങ്ങൾ സമയം കണ്ടെത്തി കുങ്ഫു പരിശീലനം നടത്തിയാണ് ബെൽറ്റുകൾ കരസ്ഥമാക്കിയത്. സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ വീട്ടമ്മമാർ വരെ ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഇവരിൽ പലരും കുട്ടികളെ കുങ്ഫു പരിശീലിപ്പിക്കാൻ വേണ്ടി എത്തിയവരാണ്. ക്രമേണ ഇവരും ഈ മാർഷൽ ആർട്സിന്റെ ഭാഗമാവുകയായിരുന്നു. ഡയബറ്റിക്കിൻ്റെതായിട്ടുള്ള സ്ട്രെസ്സും ജോയിൻറ്റിനൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. പക്ഷേ ഇത് ചെയ്തതിന് ശേഷം കഴിഞ്ഞ 2 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല റിലീഫാണ്. പിന്നെ നമുക്ക് തന്നെ ഈ കോൺഫിഡൻസ് ലെവൽ അതിഭയങ്കരമായിട്ട് നമുക്ക് ഉയരും. ഇപ്പം മനസ്സിന് നല്ല റിലാക്സേഷനും ഉണ്ട്. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ വേദനകളൊക്കെ കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് റിലാക്സേഷൻ, ടെൻഷനിൽ നിന്നുള്ള റിലാക്സേഷൻ ഒരു 1.5 മണിക്കൂർ നമുക്കത് കിട്ടും. അതുപോലെ ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച് സെൽഫ് ഡിഫെൻസും അവർക്കൊരു കോൺഫിഡൻസ് ലെവലും ഒക്കെ ഈ കുങ്ഫു വഴി അവർക്ക് സ്വയം പര്യാപ്തമാവാൻ പറ്റുന്നുണ്ട്. ആയോധന കലാപരിശീലനം പലയിടങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും മെഡിസിനൽ മൂല്യത്തിന് പ്രാധാന്യം നൽകി ചിട്ടപ്പെടുത്തിയ ആയോധന മുറകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടെ ആയോധന പരിശീലനം നടക്കുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിൽ തന്നെ വളരെയധികം ആരോഗ്യപരമായ മാറ്റങ്ങളും ശാരീരികവും മാനസികമായ ആരോഗ്യം ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള ഒരു വഴിയൊരുക്കുന്ന ഒരു രീതിയായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. നല്ല മക്കളും കുടുംബത്തോടു കൂടി വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. ഇതിപ്പം തന്നെ വൈകിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഇപ്പം നമ്മൾ വൈകിട്ട് വന്നിട്ട് ഇന്ന് അത് ചെയ്യണ്ടേ, ആ പ്രാക്ടീസ് ചെയ്യണ്ടേ, ഈ പ്രാക്ടീസ് ചെയ്യണ്ടേ എന്നൊരു സംസാരവും ചർച്ചാ വിഷയമൊക്കെ വൈകിട്ട് നടക്കാറുണ്ട്. പോത്തൻകോട് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന് ഗ്രാൻഡ് മാസ്റ്റർ ദിലീപ് ജി നേതൃത്വം നൽകി. ചടങ്ങിൽ 140ഓളം പേർക്കാണ് വിവിധ ബെൽറ്റുകൾ നൽകിയത്. കുങ്ഫു സീനിയർ മാസ്റ്റർ ജയരാജ CK, അരുൺ AK, ഇവ ദിലീപ്, അരുൺ സേവ്യർ, ശിവപ്രസാദ് എന്നിവരും പങ്കെടുത്തു. തങ്ങൾ സ്വായത്തമാക്കിയ ആയോധന കലാമുറകളും വീടുകളിൽ ഇവർ നടത്തുന്ന പരിശീലന രീതികളും കുടുംബങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചതും ശ്രദ്ധേയമായി. തലസ്ഥാനത്തെ റോഡ് നിർമ്മാണത്തെ ചൊല്ലി CPM നേതാക്കൾ തമ്മിലുള്ള വാക്പോര് തുടരുന്നു. റോഡുകൾ വർഷങ്ങളായി വെട്ടിപ്പൊളിച്ചിരിക്കുന്നത് നഗരത്തെ ശ്വാസം മുട്ടിക്കുന്നു എന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ പരാതി. ആദ്യമുണ്ടായിരുന്ന കരാറുകാരനെ ഒഴിവാക്കിയപ്പോൾ ചിലർക്ക് പൊള്ളിയെന്നും അത്തരക്കാരാണ് ഇപ്പോൾ പരാതിയുമായി വരുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസും മറുപടി നൽകി. തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ നഗരത്തിന്റെ ആകെ പ്രവർത്തനങ്ങൾക്ക് കൂട്ടായിട്ട് നേതൃത്വം കൊടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് നഗരസഭയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്കുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്നവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അത് പഞ്ചായത്താകാം, ബ്ലോക്കാകാം, നഗരസഭയാകാം, മുനിസിപ്പാലിറ്റി ആകാം, ഏതുമാകാം, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ച് തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടക്കേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ രാഷ്ട്രീയ അതിപ്രസരം വളരെ ശക്തമായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്ത് പലപ്പോഴും നഗരസഭ പോലും, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പോലും ഏതാണ്ട് നിയമസഭയുടെയോ പാർലമെന്റിന്റെയോ രൂപത്തിൽ പ്രവർത്തിക്കുന്ന അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. ജില്ലാ വികസന സെമിനാറിലായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയെയും മേയർ ആര്യ രാജേന്ദ്രനെയും വേദിയിലിരുത്തി കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രന്റെ വിമർശനം. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരത്തിൽ നടക്കുന്ന റോഡ് നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കിനെയായിരുന്നു കടകംപള്ളി വിമർശിച്ചത്. ഇതിനു മറുപടി നൽകിയത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ്. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പലരും കരുതിയില്ല. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ പ്രവൃത്തി നടന്നത്. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതിൽ ചിലർക്ക് പൊള്ളിയിട്ടുണ്ട്. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായി ചിലരുടെ ശരീരത്തിലുണ്ടായ പൊള്ളലിന്റെ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല. അതിന്റെ പ്രശ്നമുണ്ട്, അതിന്റെ ചില പ്രയാസങ്ങൾ ചിലർക്കുണ്ട്. ആ പ്രയാസമാണ് കുപ്രചരണങ്ങൾ, അനാവശ്യ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. റോഡുകളുടെ നിർമ്മാണ മേൽനോട്ടത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഇടപെടൽ മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു. മേയറുടെ സാന്നിധ്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ നഗരസഭാ ഉദ്യോഗസ്ഥരെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതിനുള്ള മറുപടി കൂടിയായി റിയാസിന്റെ പരാമർശങ്ങൾ. തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് സിറ്റി റോഡുകളെ ഈ സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, തിരുവനന്തപുരം കോർപ്പറേഷൻ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഈ ജില്ലയിലെ മന്ത്രിമാരുൾപ്പെടെ MLA-മാരുൾപ്പെടെ നടത്തുന്ന കഠിനാധ്വാനമാണ് ഈ റോഡുകൾ യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി പോകുന്നതിന്റെ കാരണം. അത് LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ്. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായി
ശരീരത്തിൽ പൊള്ളലേറ്റതിന്റെ മുറിവ് ഉണങ്ങാത്ത ആരും എന്ത് പറഞ്ഞാലും എന്ത് പ്രചരണം നടത്തിയാലും ഇതാണ് വസ്തുത. നഗരത്തിലെ സ്മാർട്ട് റോഡുകൾ മാർച്ച് 31-നകം പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വാഗ്ദാനം. ന്യൂസ് 18 തിരുവനന്തപുരം. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ നടൻ സുരേഷ് ഗോപി. കേരളയിൽ വരുമെന്ന് പറയുന്നത് പോലെയാകില്ല ഇത്. സിവിൽ കോഡ് നടപ്പാക്കുന്നതോടെ ജാതിക്കൊന്നും ഒരു പ്രസക്തിയും ഉണ്ടാവില്ലെന്നും സുരേഷ് ഗോപി. നല്ല കോൺഗ്രസുകാർ കുറച്ചുപേർ കേരളത്തിലുണ്ട്, അവർക്ക് അധികകാലം ഇവിടെ തുടരാനാവില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ ഭാഗമായി കണ്ണൂരിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല, വന്നിരിക്കും. ഇനി ആരും കരുതണ്ട അതൊരു പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ്. ഏറ്റവും താങ്ങും തണലുമൊരുക്കി സൈലം എന്ന എഡ്ടെക് കമ്പനി സിഇഒ ഡോക്ടർ അനന്തുവിന്റെ ഹാപ്പിനെസ് പ്രൊജക്ട്. ഷെൽട്ടർ എന്ന പേരിൽ വീടില്ലാത്തവർക്ക് തണലൊരുക്കുകയാണ് ഡോക്ടർ അനന്തു. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകുന്നതാണ് ഷെൽട്ടർ പദ്ധതി. ഷെൽട്ടർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യമായി നിർമ്മിച്ച വീട് കൈമാറി. കൊച്ചി കത്രക്കടവിൽ ആനന്ദ് എന്ന കുഞ്ഞിനാണ് വീട് നിർമ്മിച്ചു കൊടുത്തത്. ഷെൽട്ടറിന് പുറമെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹാപ്പിനെസ് എന്നീ 4 പ്രോഗ്രാമുകളും ഹാപ്പിനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. LICയുടെ ദക്ഷിണ മേഖല ആസ്ഥാനമായ ചെന്നൈയിൽ വിപുലമായ രീതിയിൽ റിപ്പബ്ലിക് ദിനാഘോഷം ആഘോഷിച്ചു. സോണൽ മാനേജർ ജി വെങ്കട്ടരമണൻ പതാക ഉയർത്തി. ധൻവൃദ്ധി, ജീവൻ കിരൺ, ജീവൻ ഉത്സവ്, ജീവൻ ധാര എന്നീ 4 പദ്ധതികൾ LIC പുതിയതായി എത്തിച്ചിട്ടുണ്ട്. ഇത് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതെന്ന് ജി വെങ്കട്ടരമണൻ പറഞ്ഞു. രാജ്യത്തെ ഇൻഷുറൻസ് കമ്പനികളിൽ ഏറ്റവും മികവ് പുലർത്തുന്നതെന്ന് LIC ആണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. 2047ഓടെ എല്ലാവരിലേക്കും ഇൻഷുറൻസ് എത്തിക്കുന്നതിനായി പ്രവർത്തിക്കാൻ എല്ലാ ജീവനക്കാരോടും ജി വെങ്കട്ടരമണൻ ആഹ്വാനം ചെയ്തു. പ്രഭാത കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിയും. എല്ലാവരും ന്യൂസ് 18-നൊപ്പം തുടരുക. നമസ്കാരം.